ഹലോ, നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇതെൻ്റെ സ്വന്തം റെസിപ്പിയൊന്നുമല്ല. ഞാനിതൊരു യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു. ഉണ്ടാക്കാനും നമുക്ക് സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ്. ഞാനിത് ഉണ്ടാക്കിയത് ദോശയുടെ കൂടെ കഴിക്കാനായിരുന്നു. നമുക്ക് ദോശ, ചപ്പാത്തി, പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് മാറ്റി വെക്കുക. എന്നിട്ടൊരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതൊക്കെ ഒന്ന് നന്നായി വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് പൊടികളായിട്ട് ഞാനിവിടെ ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റി ഇതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റി തക്കാളി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പിനായിട്ട് തേങ്ങയിൽ വലിയ ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ആ സമയം കൊണ്ട് നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്തിട്ട് ഈ അരപ്പും നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ അരപ്പിലേക്ക് ഈ മസാലയൊക്കെ നന്നായി ഒന്ന് പിടിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ ബാക്കി വെള്ളം കൂടി ചേർക്കാം. നമ്മളെ കറിക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതിനനുസരിച്ചിട്ട് ഈ സമയത്ത് വെള്ളം നോക്കിയിട്ട് ഒഴിക്കുക. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചിട്ടിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ. സിമ്പിളുമാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ്. നിങ്ങൾ ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.